തസ്ബീഹ് നിസ്കാരം വളരെ പവറുള്ള പവിത്രതയുള്ള സുന്നത്തായ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച തന്നൊരു നിസ്കാരം അല്ലേ. ഇൻഷാ അല്ലാ ചുരുങ്ങിയ സമയം കൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത് എന്നൊക്കെ, ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത്, ഇതൊക്കെ ഒരു ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സുദീർഘമായി പറയുന്നില്ല, തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരം വലിയ കൂലിയുള്ളൊരു നിസ്കാരമാണല്ലോ. നബി തങ്ങൾ പറയുന്നുണ്ട്, പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നിസ്കരിക്കാം, എല്ലാ ദിവസവും നിസ്കരിക്കാം. ഇനി അതിന് പറ്റിയില്ല എങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കാം, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നിസ്കരിക്കാം. ഇനി അതിന് പറ്റിയില്ല, മാസത്തിലൊരിക്കൽ നിസ്കരിക്കുക, ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് മാസത്തിലൊരിക്കൽ നിസ്കരിക്കുക. ഇനി അതിനും പറ്റിയില്ലെങ്കിലോ വർഷത്തിലൊരിക്കലെങ്കിലും നിസ്കരിക്കാം. ഇനി അതിനും പറ്റിയില്ല ഒരാൾക്ക്, എന്നാൽ ആയുസ്സിൽ, അതായത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് എങ്കിലെയാ ഈ ഒരു നിസ്കാരം, തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. അപ്പം അത്രയേറെ പവറുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. നമ്മൾ പരിശുദ്ധ റമദാനൊക്കെ വരികയല്ലേ, അപ്പോൾ റമദാനിലൊക്കെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെ പ്രതിഫലവും കൂലിയും ലഭിക്കാൻ. ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലി ഉണ്ടല്ലോ, തസ്ബീഹ് നിസ്കാരത്തിൽ ഒരുപാട് തസ്ബീഹുകളൊക്കെ ചൊല്ലി നിസ്കരിക്കുന്നതല്ലേ, അപ്പോൾ അതിന് ഏറ്റവും വലിയ കൂലി ലഭിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഈ തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പലർക്കും അറിയില്ല. കാരണം എപ്പോഴും നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലല്ലേ നമ്മൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ ലുഹർ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇല്ലേ, സുന്നത്ത് നിസ്കരിക്കേണ്ട ചെറിയ അല്ലാത്ത സുന്നത്തുകളൊക്കെ നമുക്ക് നിസ്കരിക്കാൻ അറിയാം. തസ്ബീഹ് നിസ്കാരത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, ഇങ്ങനെയൊക്കെ പല ഡൗട്ടുകളും ഉണ്ടാവും. ഇൻഷാ അല്ലാ പറഞ്ഞുതരാം. നിസ്കരിക്കേണ്ട ആദ്യത്തെ രൂപം, തസ്ബീഹ് നിസ്കാരം, തസ്ബീഹിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കും. 4 റക്അത്താണ് ടോട്ടൽ ഉള്ളത്. ഈ 4 റക്അത്ത് പകല് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ഒരുമിച്ച് നിസ്കരിക്കാം. ഇനി അതല്ല, രാത്രിയാണ് നിസ്കരിക്കുന്നവരെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം 2 റക്അത്ത് നിസ്കരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ട സുന്നത്തായ രൂപം. അപ്പോൾ രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അതെന്ത് ചെയ്യുക, നീയത്ത് വെക്കേണ്ടത് തസ്ബീഹിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീറിൽ കൈകിട്ടാം സാധാരണ രൂപത്തിൽ. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം, വജ്ജഹത്ത് ഓതാം. പിന്നെ അതിനുശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി. അതിനുശേഷം ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തു തക്കാസുറാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അറിയുന്ന ആളുകൾ അത് ഓതുക. ഇനി അറിയാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അറിയുന്ന ആളുകൾ, ഈ സൂറത്ത് അറിയുന്നവരാണെങ്കിൽ ആ സൂറത്ത് ഓതുക. അതിനുശേഷം സൂറത്ത് ഓതിയതിനു ശേഷം 15 തവണ ഈ ദിക്ർ, ഏത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഈ ഒരു ദിക്ർ എത്ര തവണ, 15 തവണ ചൊല്ലുക. അത് ചൊല്ലിയതിനു ശേഷം റുക്കൂഅ് ചെയ്യുക. റുക്കൂഇൽ എന്ത് പറയാം, നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 3 തവണ ചൊല്ലുക. ഇനി 5 തവണ ചൊല്ലാൻ പറ്റുന്നത് അത് ചൊല്ലുക. എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുന്നത് എത്ര വേണമല്ലോ അധികരിപ്പിക്കാം. ഒറ്റ ആക്കിയിട്ട് അധികരിപ്പിക്കണമെന്നേ ഉള്ളൂ. 3, 5, 7 അങ്ങനെ എന്ത് ചെയ്യാം പോവാം. അതിനുശേഷം ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം ആ റുക്കൂഇൽ അങ്ങനെ നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ 10 തവണ ചൊല്ലുക. അതുപോലെ തന്നെ ഇഅ്തിദാലിൽ വന്നു നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി, ആ ദിക്ർ ചൊല്ലിയതിനു ശേഷം അവിടെയും 10 തവണ ഈ ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ചെല്ലേണ്ടത്. അങ്ങനെ 10 തവണ ചൊല്ലുക. പിന്നെ സുജൂദിൽ പോയി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 3, 5, 7 എത്രയാണ് ചൊല്ലുന്നത് വെച്ചാൽ അത് ചൊല്ലിയതിനു ശേഷം ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ 10 തവണ അവിടെയും ചൊല്ലുക. സുജൂദിനിടയിൽ ഇരുന്നു ആ ഇരുത്തത്തിലും ചെല്ലേണ്ട റബ്ബിഗ്ഫിർലി വർഹംനി ആ ഒരു ദിക്ർ ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്യുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ദിക്ർ അവിടെയും 10 തവണ ചൊല്ലുക. വീണ്ടും സുജൂദ് ചെയ്തു, സാധാരണ സുജൂദിലെ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഈ ഒരു തസ്ബീഹ് എന്ത് ചെയ്യുക, 10 തവണ ചൊല്ലുക. ഇനി അതിനുശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമല്ലോ, അവിടെ ശ്രദ്ധിക്കേണ്ടത് തക്ബീർ ചൊല്ലി, അതായത് സുജൂദിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലും. തക്ബീർ ചൊല്ലിയതിനു ശേഷം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റിക്കുക. അത് സുന്നത്തുണ്ടല്ലോ, ഒരു ഇസ്തിറാഹത്തിന്റെ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുക. ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒന്നിരിക്കുക. ആ ഇരുത്തത്തിൽ എന്ത് ചെയ്യണം, ഒരു 10 തവണ ചൊല്ലണം. മനസ്സിലായോ? അപ്പം ടോട്ടല് ആദ്യത്തെ നൃത്തത്തിൽ 15, പിന്നെ റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ 10, പിന്നെയും സുജൂദിൽ 10. ഇതിനനുശേഷം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തക്ബീർ ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്യുക, ഒരു 10 തവണ ചൊല്ലി ഈ ഒരു ദിക്ർ ചൊല്ലിയതിനു ശേഷം പിന്നെ തക്ബീർ ഒന്നും ഇല്ലാതെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ടോട്ടൽ 75 തവണ എന്ത് ചെയ്യണം, ഈ ഒരു ദിക്ർ ചൊല്ലണം ഒരു റക്അത്തിൽ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓതിയത് പോലെ തന്നെ എന്ത് ചെയ്യും, ഈ നിസ്കാരം ഇത് തന്നെയാണ് അടുത്ത റക്അത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ അടുത്തത് സൂറത്തുൽ ഫാത്തിഹ ഓതി, അതുമായി അതിനുശേഷം ഓതേണ്ട സൂറത്തുൽ അസ്ർ ആണ്. വൽ അസ്ർ, അതൊക്കെ നമുക്ക് അറിയുന്ന സൂറത്തായിരിക്കും അല്ലെ അധികം ആളുകൾക്കും. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ സൂറത്ത് ഓതി തീർക്കാം.
അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 15 തസ്ബീഹ് ചൊല്ലുക, പിന്നെ റുക്കോയിൽ 10 ചൊല്ലുക, ഇഅ്തിദാലിൽ 10, സുജൂദുകളിൽ 10, ഈ ഇടയിലുള്ള ഇരുത്തത്തിൽ 10. ഇനി അതിനുശേഷം അത്തഹിയ്യാത്ത് ഓതും ഇല്ലേ? ഈ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ സുജൂദിൽ നിന്ന് ഇരുന്നതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം വേണം അത്തഹിയ്യാത്ത് ഓതേണ്ടത്. ഇരുന്നു, എന്നിട്ട് ഈ തസ്ബീഹ് 10 തവണ ചൊല്ലി, പിന്നെ അത്തഹിയ്യാത്ത് സ്വലാത്ത് സാധാരണ ചെയ്യുന്ന ദുആ ചെയ്തിട്ട് സലാം വീട്ടുക. 2 റക്അത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് അടുത്ത 2 റക്അത്തും. എഴുന്നേൽക്കുക, എന്നിട്ട് നിയ്യത്ത് വെക്കണം. തസ്ബീഹിന്റെ 2 റക്അത്ത് സുന്നത്ത്, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ വജ്ജഹത്ത് ഓതി, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി, അതിനുശേഷം ഓതേണ്ട സൂറത്ത് മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ആണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സൂറത്ത് അത് ഓതുക. അതിനുശേഷം 15 തവണ ഈ പറഞ്ഞ പോലെ തസ്ബീഹ് ചൊല്ലുക. ബാക്കിയൊക്കെ ബാക്കി നമ്മുടെ റുക്കൂയിലും സുജൂദിലൊക്കെ ആദ്യത്തെ റക്അത്തുകളിൽ നിസ്കരിച്ചതുപോലെ തന്നെയാണ് നിസ്കരിക്കേണ്ട. 10 തവണ വീതം ചൊല്ലി ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് പോകുമല്ലോ, അതിനു മുമ്പുള്ള ആ ഇരുത്തം മറക്കരുത്. അവിടെയും എന്ത് ചെയ്യാം, 10 തവണ ഇരുന്ന് ചൊല്ലിയതിന് ശേഷം എഴുന്നേറ്റ് വന്നു സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 4-ാമത്തെ റക്അത്തിൽ ഏതാ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അത് ഓതി വീണ്ടും 15 തവണ അതിനുശേഷം ദിക്ർ ചൊല്ലി റുക്കോയും സുജൂദും ഒക്കെ പൂർത്തിയാക്കി പറഞ്ഞതുപോലെ തന്നെ 2 റക്അത്ത് പൂർത്തിയാക്കാം. ഇങ്ങനെ സലാം വീട്ടി എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കുക. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം. ഇനി ഒരാൾക്ക് ഈ സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ല, കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ അറിയാമെന്ന് വെച്ചോളി. അങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാ റക്അത്തിലും കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതി, ഓക്കെ മതി. ഇനി കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുവാൻ അറിയില്ല, ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ. എന്നാൽ നമ്മൾ ആദ്യം ഒരു ഫാത്തിഹ ഓതി ഇല്ലേ? ഫാത്തിഹ ഓതിന് ശേഷം ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതുക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സൂറത്തിൻ്റെ ഈ ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഫാത്തിഹയ്ക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ്, ഫാത്തിഹ സൂറത്തുകളുടെ സ്ഥാനത്ത് നിൽക്കും. അതായത് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ സ്ഥാനത്ത് ഫാത്തിഹ നിൽക്കും. ഫർദായ നമ്മൾ ഫാത്തിഹ ഓതി അതിനുശേഷം വേറെ സൂറത്തുകളൊന്നും അറിയില്ല എങ്കിൽ, ഏത് നിസ്കാരത്തിലാണെങ്കിലും കേട്ടോ, ഫർദ് നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിലാണെങ്കിലും, ഇനി സുന്നത്ത് നിസ്കാരമാണെങ്കിലും ശരി, നമുക്ക് വേറെ സൂറത്തുകളൊന്നും അറിയില്ല എങ്കിൽ ഒരു തവണ കൂടെ ഫാത്തിഹ ഓതിയാൽ സൂറത്ത് ഓതിയ കൂലി, ആ ഒരു സുന്നത്തിന്റെ കൂലി കൂടെ എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. അപ്പം ബേജാറാവേണ്ട ആവശ്യമില്ല, ഈ സൂറത്തൊന്നും ഓതാൻ അറിയില്ല എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ട രൂപം, അതുപോലെ തന്നെ ഇന്നത്തെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ അറിയുന്നത് എന്ത് ചെയ്യുക, അറിയാത്തതുണ്ടെങ്കിൽ ഉസ്താദുമാരോട് ആലിമികളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അറിയുന്നതാണെങ്കിൽ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദിവസത്തെ രാത്രിയെ പരിഗണിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ തസ്ബീഹ് നിസ്കാരം എല്ലാ ദിവസവും ചെയ്യുക. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. ഉപകാരപ്പെട്ടു കാണും എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.